ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് കുറച്ച് വർക്ക്ഷീറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് കുറച്ച് നമ്പേഴ്സ് തന്നിരിക്കുന്നു. 65, 60 + 5 65. എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, അടുത്തതും അതുപോലെ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ആണ്. സ്കിപ്പ് കൗണ്ടിങ് ആണ്. ഓരോ നമ്പേഴ്സ് ഇടവിട്ട് നമ്പേഴ്സ് തന്നിരിക്കുന്നു. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് മിസ്സിംഗ് നമ്പേഴ്സാണ്. ആ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഇതൊരു അഡീഷൻ വർക്ക്ഷീറ്റാണ്. 50 + 1 എത്രയാണ്? 51 ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കണ്ടുപിടിച്ച് എഴുതുക. ഇനി യോജിപ്പിച്ച് ചേർക്കാനുള്ളതാണ് ഈ വർക്ക്ഷീറ്റ്. 0 to 10. അപ്പോൾ 10 ഡിഫറൻസിലാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന നമ്പേഴ്സ് യോജിപ്പിച്ച് വരയ്ക്കുക. അടുത്തത് 79 + 1 80, 80 + 1 ഡാഷ്. അപ്പോൾ ആഡ് ചെയ്ത് പോകണം. ഈ വർക്ക്ഷീറ്റിൽ കുറച്ച് നമ്പേഴ്സ് തന്നിരിക്കുന്നു. അത് അഡീഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും നേരെ ലൈൻ ചെയ്ത് യോജിപ്പിക്കണം. അടുത്തത് ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് ഏതാണെന്ന് യോജിപ്പിക്കാനുള്ളതാണ്. ഈ വർക്ക്ഷീറ്റിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതണം. അഡീഷനാണ്. ഈ ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു ആൻസർ തന്നിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. 2-3 ഓപ്ഷൻസ് ഉണ്ട്. അത് ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. അടുത്തത് ഇതുപോലെ തന്നെയാണ്, സബ്ട്രാക്ഷനാണ്. ആൻസർ താഴെ തന്നിരിക്കുന്നു. ഇത് അഡീഷൻ വർക്ക്ഷീറ്റാണ്. നേരത്തെ അതുപോലെ തന്നെ ആൻസർ കണ്ടുപിടിച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇതും അതുപോലെ തന്നെയാണ്. കണ്ടില്ലേ? ഇതിലൊക്കെ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. ഇതൊരു പിക്ചറാണ്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. നമ്പേഴ്സ് 71-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 80-ൽ അവസാനിക്കണം. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കൂ. അടുത്തത് വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. 91-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 100-ലാണ് അവസാനിക്കുന്നത്. ആ കുട്ടിയുടെ വീട് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് യോജിപ്പിക്കും. ഈ കാണിച്ചിരിക്കുന്നതിൽ വിട്ടുപോയ നമ്പേഴ്സ് ഏതാണ് എന്ന് എടുത്തെഴുതണം. 51 ആണ് അല്ലേ? നെക്സ്റ്റ് ഏതായിരിക്കും? ഇതിൽ കുറച്ച് പാറ്റേൺസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇടയിലൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. എത്ര നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ഒരു അഡീഷനാണ്. എന്നിട്ട് യോജിപ്പിക്കാൻ. അതുപോലെ തന്നെയാണ് ഇതും. നെക്സ്റ്റ് കുറച്ച് അഡീഷൻ മാത്രം തന്നിരിക്കുന്നു. അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് താഴെ എഴുതണം. അപ്പോൾ ഇതെല്ലാം കറക്റ്റായി ചെയ്ത് നോക്കണം. ഇതിൽ 49 + 2, 50 + 2, 51 + 2 അങ്ങനെയാണ്. താഴെയും തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം അഡീഷൻ ചെയ്യേണ്ടത് 2 വെച്ചിട്ടാണ്. അടുത്തത് നോക്കൂ, 6 വെച്ചിട്ടാണ് എല്ലാം അഡീഷൻ ചെയ്യേണ്ടത്. ഈ വർക്ക്ഷീറ്റിൽ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് നിങ്ങൾ അഡീഷൻ ചെയ്ത് മുകളിലോട്ട് എഴുതണം. 10 + 10 20. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് 10 + 5 ആയിരിക്കും. അത് മുകളിലേക്ക് എഴുതണം. അതുപോലെ 5 + 20 മുകളിലേക്ക് എഴുതണം. എന്നിട്ട് ആ കിട്ടിയ ആൻസേഴ്സ് അഡീഷൻ ചെയ്ത് മുകളിലേക്ക് എഴുതണം. ടെൻസും വൺസും കണ്ടുപിടിക്കാനാണ്. ആദ്യം തന്നിരിക്കുന്നത് 10 ആണ് അല്ലേ? അപ്പോൾ 3 10 ഉണ്ട്. 10, 20, 30 പ്ലസ് വൺസും ഉണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് കൗണ്ട് ചെയ്ത് ആ നമ്പർ എഴുതുക. ഇതും അതുപോലെ തന്നെയാണ്. ടെൻസും വൺസും എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാനാണ്. അപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കണം. ഈ തന്നിരിക്കുന്ന വർക്ക്ഷീറ്റിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്രയാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ എണ്ണം എഴുതാനാണ്. അപ്പോൾ കറക്റ്റായി എണ്ണി നോക്കണം. നെക്സ്റ്റ് വിട്ടുപോയത് ഫില്ല് ചെയ്ത് യോജിപ്പിക്കാനാണ്. ഇതിൽ ഡിസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ. നെക്സ്റ്റ് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഈ വർക്ക്ഷീറ്റിൽ മുൻപ് വരുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ ഡിയേഴ്സ്, കംപ്ലീറ്റ് യുവർ വർക്ക്ഷീറ്റ്സ് ആൻഡ് സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.